ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഈ അടുപ്പിലാണ് ഗ്യാസ് നിറയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഓലക്കണികൾ എടുത്ത് ഇതിൽ ചൂടാക്കിയാണ് ചെറിയ ചെറിയ എന്താ കുഞ്ഞരി ചെറിയ കഞ്ഞി വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടത്. ഇന്ന് മക്കൾ എന്താ കഴിച്ചത്? കഞ്ഞി കഴിച്ചല്ലേ? സ്കൂളിൽ നിന്നാണോ ഭക്ഷണം തരല്? ബാക്കിയുള്ള ഭക്ഷണമാണോ? ആരാ തരിക പാത്രത്തിലൊക്കെ ഇട്ട്? 4 മക്കളാണ്. ഈ മോന്റെ വയസ്സറിയങ്ങൾ ഞാൻ വിചാരിച്ചത് 4 മാസമാണെന്നാ വിചാരിച്ചത്. 6 വയസ്സാണ് പ്രിയപ്പെട്ടവരെ. കാൽസ്യം കുറഞ്ഞതിന്റെ പേരിൽ ചികിത്സ കൊടുക്കാൻ സാധിക്കാതെ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് നടക്കാൻ പോലും കഴിയില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കാനോ, അവിടെ വെച്ചാൽ അവിടെ ഇരുന്നെടുത്ത് അവിടെ കിടത്തിയാൽ ആ കിടക്കുന്ന ആ സ്ഥലത്ത് നിൽക്കുക എന്നല്ലാതെ 6 വയസ്സുള്ള ഈ പൊന്നുമോന് പോലും ചികിത്സിക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഒരു കുടുംബത്തിന്റെ ദയനീയത എന്ന് പറയുന്നത്. എന്റെ കുട്ടികളെ കൂടെ ജീവിക്കാതെ വെള്ളം ചോർന്ന് വരുന്നു. കണ്ണിൽ മഞ്ഞ കൂടുകയാണ്, വയറ് പൊന്തി വരുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ വെള്ളം നിറയുന്ന അവസ്ഥ, കാലിൽ നീര് വരുന്ന അവസ്ഥ, ശ്വാസമുട്ടലും തടസ്സങ്ങളും ഒക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. അടിയന്തരമായി കരൾ മാറ്റി വെക്കണം. 25 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സർജറിക്കും ചികിത്സക്കുമായി സമാഹരിക്കണം. 4 മക്കളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ആര് കാണാൻ തരാൻ പറ്റിയിട്ട് 4 മക്കളെ കാണാതെ പോകരുത്. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്.